ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കുറച്ച് നന്ദിയൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നന്ദിയൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഈ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോടാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകളുടെ ഇപ്പോഴത്തെ പ്രൊഫൈൽ പിക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിൽ അവർ തിരിച്ച് വീണ്ടും പാർട്ടി പ്രവർത്തനങ്ങൾക്ക് സജീവമായി. അവിടെ പാർട്ടി ഓഫീസുകളൊക്കെ തൃണമൂൽ ഭരിച്ചുകൊണ്ടിരുന്നു, മമതാ ബാനർജി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അടിച്ചില്ലാതാക്കി. ആ പാർട്ടി ഓഫീസുകളൊക്കെ അടച്ച് പൂട്ടി സീൽ വെച്ച് ആ ചുവന്ന പെയിൻ്റൊക്കെ അടിച്ച് ചുവന്ന കൊടി പോലും ഒരു സ്ഥലത്ത് കാണരുതെന്ന് ഈ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം റെയിൽവേ സ്റ്റേഷനിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ചുമന്ന കൊടി അവിടെ പാടില്ലായിരുന്നു. അതൊക്കെ സത്യമാണ്. ഇവിടുത്തെ ഈ ജോൺ ബ്രിട്ടാസും മറ്റ് കിഴങ്ങന്മാരൊക്കെ പറയണ പോലെ അല്ല, അത് അവിടുത്തെ റിയാലിറ്റി. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ കാണുന്നത് പല സ്ഥലങ്ങളിലും CPM-ൻ്റെ ഓഫീസുകൾ വീണ്ടും തുറന്ന് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അതിന് കാരണക്കാരാരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഇപ്പോൾ അധികാരം BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ BJP അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം നശിക്കുമെന്ന് പറഞ്ഞവന്മാരുടെ എല്ലാവരുടെയും വാൾ മുഴുവൻ ഈ ബംഗാളിൽ CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസുകൾ തുറക്കുന്നു. അവർ വളരെ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നു. അവരുടെ സന്തോഷത്തിന് പ്രവർത്തിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് BJP-ആണ്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഇടപ്പോൾ അവിടുത്തെ BJP-ക്ക് നന്ദി എന്നും കൂടി പറഞ്ഞ് പോസ്റ്റ് ഉണ്ടാവും. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. ഇനി നന്ദികേട് കാണിച്ച വേറൊരു ടീമിനെ ഞാൻ പറഞ്ഞുതരാം. അത് കോൺഗ്രസ്സുകാരാണ്. അല്ലേ, തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാരെ വഴിയിലിട്ട് അറഞ്ഞും പുളഞ്ഞും അടിക്കുകയാണ് DMK-ക്കാർ. കാരണം നരേന്ദ്രമോദി കൊണ്ടുവന്ന എല്ലാ ബില്ലിനും എതിർക്കുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഫുൾ സപ്പോർട്ട് കൊടുത്ത ടീമാണ് DMK. ദൈവമാർ ഒരുത്തൻ ജയിച്ചപ്പോൾ വിജയ് ജയിച്ചപ്പോൾ അവൻ്റെ കൂടെ പോയിരിക്കുകയാണ്. അവൻ്റെ കൂടെ പോയി അവൻ നൽകി എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് സീറ്റിന് വേണ്ടി അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അവിടെ കൊണ്ട് തല്ലുകൊണ്ട് തീരും തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നന്ദി പറയേണ്ടത് BJP-യോടാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ BJP മാത്രമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണം പ്രവർത്തിക്കാം, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 24 മണിക്കൂറും ഇവർ കുതിരക്കച്ചവടം ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, BJP പണം കൊടുത്ത് ആളെ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ പലതും നടക്കുന്നത്. BJP മാത്രമല്ല ചെയ്യുന്നത്, പണ്ട് കോൺഗ്രസും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ പറയുന്ന വിജയം ചെയ്യുന്നു, DMK ചെയ്യുന്നു, അവർ പരസ്പരം ചെയ്യുന്നു. ഇതിന് ഇരകളാവുന്നതാണ് ഈ പറഞ്ഞ ഇപ്പോൾ കുഞ്ഞു പാർട്ടികൾ. ഇപ്പോൾ ദേശീയ പദവി നഷ്ടമാവും എന്ന് എനിക്ക് തോന്നുന്നു. CPM-ന് ദേശീയ പദവി എന്തായാലും നഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം നമ്മളിവിടെ കേരളത്തിൽ തന്നെ കൂടേണ്ടി വരും. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോ പ്രദേശത്തും തിരിച്ച് ഇല്ലാണ്ടായി പോകുന്ന പാർട്ടികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് അതിന് അനുവാദം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു കരങ്ങൾ പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നന്ദി എന്നുകൂടി പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇടണം. അതാണ് അതിൻ്റെ മര്യാദ. ബംഗാളിലെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് തിരിച്ച് ബംഗാൾ എന്തെങ്കിലും ജനാധിപത്യ രീതിയിൽ ജയിച്ച് അവിടെ ഭരണം പിടിക്കാൻ കഴിയട്ടെ എന്ന് പറയുന്നത്, എന്നെങ്കിലും കഴിയട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കഴിയാൻ വേണ്ടിയിട്ട് നന്ദി ആദ്യം ആരോട് പറയണം? ഈ അവിടുത്തെ BJP സർക്കാരിനോടും BJP-കാരോടും പറയണം. അതാണ് അതിൻ്റെ മര്യാദ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം.